ഗൈസ് നോക്കൂ, അങ്ങനെ അടുത്ത ദിവസം അമലിൻ്റെ വീടാണ്, ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ ബോക്സ് കയറ്റും, അങ്ങനെ ചെറിയ ചെറിയ പരിപാടി ഇന്നുണ്ട്. യെസ് ഗൈസ് നോക്കൂ, സത്യം പറഞ്ഞാൽ രാവിലെ 9 മണി അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ വണ്ടി എടുത്ത് എത്തേണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് അമലെത്തി. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. 9:30 ആകുമ്പോഴത്തേക്കും നമ്മൾ നടന്ന് സഞ്ചരിക്കുവാണ്. ദീപചേട്ടൻ രാവിലെ തന്നെ നടക്കണം. പക്ക ഗ്രാമം, അതായത് ഇങ്ങോട്ട് നോക്കി, ഇത് നമ്മുടെ ചെറുക്കൻ്റെ വീട്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നല്ല കിട്ടിലൻ വീടുകൾ, ഫുള്ള് കവുങ്ങുന്തോട്ടം, പിന്നെ അതുപോലെ തന്നെ കണ്ടം, അതുപോലത്തെ സെറ്റപ്പുകളാണ്. ഫുള്ള് നല്ല ആടിൻ്റെ സൗണ്ട്, രാവിലെ എണീറ്റ് നല്ല കിളികളുടെ സൗണ്ട്, അങ്ങനത്തെ സെറ്റപ്പാണ്. ഓ എന്ത് രസം, എന്ത് രസം. ഓവർ കളിച്ചാൽ നിന്നെ ചട്ടിയിലാക്കും കേട്ടോ. അതെ ഗൈസ്, അപ്പം നമ്മൾ നേരെ ബസ്സിൻ്റെ അടുത്തോട്ട് പോകണം. ഇന്ന് അത്യാവശ്യം പരിപാടിയുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പോയി, അതായത് സ്റ്റിക്കർ വർക്ക് മാത്രം ഒരു അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. അത് എവിടുന്ന് ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടുന്നേലൊക്കെ ആയിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഫുൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റയർലി ചിത്രം മാറി. ഫുള്ള് ഞാനെന്തിനാ കരഞ്ഞെന്ന് മനസ്സിലായോ? ഈ ആടിൻ്റെ അമ്മയാണിത്. ഓക്കെ എന്നിട്ട് ബാക്കി തെളിച്ച് പറയൂ. അത് കുട്ടികള് അമ്മേനും കുട്ടികളെ മാറ്റിക്കെട്ടി, അതാണ് കാരണം. യെസ്, അതാണ് കാരണം കേട്ടോ. ഷോർട്ട് കട്ടാ. ഓഹോ, രാവിലെ ദീപിച്ചേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മുണ്ടെടുക്കാൻ മറന്നു, നിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മുണ്ടെടുത്ത കേട്ടോ. അപ്പൊ ഈ ഒരു പാട വരുമ്പോൾ, പണ്ട് മമ്മിയുടെ വീടിൻ്റെ അവിടെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ, പക്ഷേ ഇപ്പം ഇല്ല. അതൊക്കെ എല്ലാം ഇങ്ങനെ വെട്ടിപ്പോയി കണ്ടോ. ഒരു പാട വരമ്പത്തോട് നടക്കണം. അതിലെ റോഡുണ്ട്, അതിലേ പോകും, പക്ഷെ അത് ഇച്ചിരി ദൂരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് ദൂരമുള്ളൂ, വലിയ ദൂര സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് നടക്കാൻ അത്രേ ഉള്ളൂ കേട്ടോ. രാവിലെ നടക്കുന്നത് നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടക്കും അല്ലേ ദീപി ചേട്ടാ? നമ്മളെല്ലാം ഹെൽത്തിയുടെ ഉസ്താദുമാരാണ്. ഹെൽത്തി ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മുടെ ക്യാരവാൻ്റെ അടുത്തെത്തി. ചേട്ടനിവിടെ രാവിലെ വന്ന് പണി തുടങ്ങി. നമ്മൾ വരെ ഇച്ചിരി വൈകിപ്പോയി, എന്നാലും പുള്ളി എത്തി. ഇതാണ് നമ്മുടെ വോക്കലിൻ്റെ, എന്തെന്ന് ചോദിച്ചാൽ ചേട്ടൻ ലൈറ്റ് അല്ലേ, ഇതാണ് നമ്മുടെ വോക്കലിൻ്റെ ഒരു ഔട്ട് സെറ്റപ്പ്. ഇത് നമ്മുടെ സബിൻ്റെ ഒരു സെറ്റ്. ജോലിയിൽ മാത്രം. ബാക്കിയോ? ആണോ? ഹായ് ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ റെക്സിൻ കീറി ഒട്ടിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മറ്റേത് നമുക്ക് ഒട്ടിക്കണം, വോക്കലിന്. ചേട്ടാ മറ്റേത് ബോക്സ് അടിക്കണ്ടേ? സിംഗിളിന് ഒരെണ്ണം. ഓക്കെ ഉള്ളിലൊക്കെ എന്തായി ഇന്നലത്തെ അത്ര തന്നെ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ? രാവിലെ 1 മണിക്കൂർ ആയതുള്ളൂ നമ്മൾ താമസിച്ച് വന്നിട്ട്, വളരെ കുറച്ച് സമയം മാത്രം. അപ്പം ഉള്ളിലൊക്കെ ഏകദേശം പരിപാടികളൊക്കെ നീക്കുപോക്ക് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടാ അമല, ഇവിടുന്ന് മാറ്റി വെക്കണ്ടേ ഈ സബ്? ഓ ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കി തുടങ്ങിയല്ലേടാ? ഫുള്ള് ഒരു ലൈൻ വലിച്ചു തുടങ്ങി. ഓ മൈ ഗോഡ്. അപ്പം ഇന്ന് വൈകുന്നേരം പാട്ട് കേൾക്കാൻ പറ്റുമോ? നല്ല കഴിവുള്ള ചെക്കനാ കേട്ടോ. ഇപ്പം കഴിവേറിയ. അപ്പം ഇവൻ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിലൊരു ഒരു 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 ഇത് കാണാൻ പറ്റും. ഇന്ന് വൈകിട്ട് നമുക്ക് പാട്ട് പാടാം. അതെ, അല്ല നമ്മൾ പാടണ്ട, വണ്ടി പാടിക്കും. സഹായം ചെയ്യുവനെ? ഇല്ല, നിന്നെ കൊണ്ട് പറ്റും. അത് ലാസ്റ്റ് ഇത് അങ്ങോട്ട് വെച്ചവനെ ബർത്തിന് കൊണ്ട് നീ അതിൽ കയറിയല്ലേ? ഇതൊന്ന് കണക്ഷൻ ചെയ്യാൻ നോക്കണോടാ പിന്നെ. ഏതാ ഇതിൻ്റെ എൻ്റെ പുതിയ സാധനമായിട്ട് അവിടെ വെക്കരുത്, ബർത്ത് കഴിഞ്ഞ് വെക്ക്. നോക്കട്ടെ ഗൈസ്, ഇത് ലൈനുകളൊക്കെ വലിച്ച് നിങ്ങൾക്ക് എല്ലാം നോക്കിയാൽ കാണാം. A to Z. എടാ ഫാനിന് ലൈൻ വലിക്കണം എടാ, മറക്കല്ലേ. സെൻട്രൽ 2 ഫാനുള്ള ലൈൻ വലിക്കണം, വിട്ടുപോലും കേട്ടോ. പിന്നെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ യാത്രയ്ക്ക് വേണ്ടി മേടിച്ച ടൈം പീസാട്ടോ. ആ ടൈം പീസ് അലാറം വെക്കാണ്ട്, പക്ഷെ പിന്നെ വെക്കാൻ പറ്റിയിട്ടില്ല. അയ്യോ, ഇതെല്ലാം ഇനിയിപ്പോൾ ഉള്ളിലേക്ക് എടുക്കണമല്ലേടാ? CCTVയുടെ സാധനം അവിടെ തന്നെയല്ലേ വെക്കുന്നത് അല്ലേ? CCTVയുടെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അഴിച്ചിട്ടു ഓരോന്നായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നടക്കട്ടെ കേട്ടോ ഗൈസ്. അതായത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ സബ് കയറും, വോക്കൽ സിസ്റ്റം കയറും. സൗണ്ട് വർക്കെല്ലാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീരും. ഇനി നമുക്ക് രാത്രിയോടുകൂടി നമ്മളങ്ങനെ ലൈറ്റിനുള്ള വർക്കും കാര്യങ്ങളും ചെയ്തു തുടങ്ങും. അങ്ങനെ ഒരു നാളത്തോടുകൂടി ഒരു ഏകദേശം ഒരു ഒതുക്കും. പിന്നെ മറ്റന്നാളത്തേക്ക് കുറച്ച് സൈഡ് വർക്കും കാര്യങ്ങളും. അങ്ങനെ ലൈറ്റിൻ്റെ പണി വരാൻ നേരത്താണ് അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളും വരുന്നത്. എന്തായാലും നമുക്ക്
ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇന്നലെ മുതൽ നമ്മളെ സ്നേഹിക്കുന്ന കുറേയധികം കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ഒരു ഉത്സവ പറമ്പ് പോലെയായിരുന്നു അല്ലേ? ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. സാധാരണ ഇതിപ്പോ ഇവന് 20 കിലോമീറ്റർ ഇത് കാണാൻ സാധാരണ വണ്ടി പണിയാൻ നേരത്തെ വല്ല ഒച്ചപ്പാടോ അല്ല വർത്താനം പറയുമ്പോൾ ഒച്ചപ്പാടില്ല. സാധാരണ നാട്ടുകാർ ഓടിക്കും. പക്ഷെ ഇവിടെ എല്ലാ നാട്ടുകാരും വന്ന് ഭയങ്കര സഹകരണമായിരുന്നു. അപ്പം പേരെന്നാടാ? പേരെന്നാ? ഇവൻ പറഞ്ഞാണ് നീ അറിഞ്ഞത്. ഇവന്റെ ഫ്രണ്ട് ഇവന് റെക്കമെൻഡ് ചെയ്തു, റിയ. ഗൈസ് നോക്കൂ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം കേട്ടോ. അവൻ്റെ അടുത്ത് ഒരു ഫോട്ടോ കീച്ചിട്ട് വരാം. ഗൈസ് ഫ്രണ്ടൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് വലിച്ചിട്ടേക്കണം. ഇതൊക്കെ ലൈനുകളാണ്, അവിടുന്ന് വരേണ്ട ആമ്പിൻ്റെ ലൈനുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ഇവിടെയൊക്കെ ഓരോ പിന്നെ സ്പീക്കറിൻ്റെ പെട്ടികളും സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നു തുടങ്ങും. നമ്മുടെ ഇവിടെ നല്ല സ്ഥലം എന്ന് വെച്ചാൽ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ കാണുന്ന കണ്ടൻസർ ഈ സാധനം വന്നുകൊണ്ട് ഇച്ചിരി സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഏതാണ്ട് ഒരു 1 മണി 2 മണിയോടുകൂടി നമുക്ക് ഏകദേശം ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണാം കേട്ടോ. ബോക്സ് ചേട്ടൻ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനേട്ടാ തേൻ പോലത്തെ ഒരു സാധനം. അതാണ് പ്രത്യേകത. അതായത് ഒരു ബോക്സ് എടുത്ത് മൊത്തം എടുത്ത് പുള്ളിക്കാരൻ എടുത്തില്ല. ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ മറ്റേ ബാച്ച് ടൈപ്പ് പോകുന്നത്. അതാണ് പശ കുപ്പിയിലിട്ടിട്ട് ആവശ്യത്തിനുള്ള മാത്രം. ഓ, പശ കുപ്പിയിലാക്കി. ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുപ്പി ഉണ്ട് കേട്ടോ. അതാ സംഭവം. MC മനസ്സിലേതാ ഉള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലായോ? കഴിച്ച് നോക്കും. അപ്പം ഇത് പശയാട്ടോ, വെറും പശയാണ്. ഉണ്ട്, ഈ കാണുന്ന വെറും പശയാണ്. അപ്പോൾ ആ കുപ്പിക്കകത്ത് ആ ഒരു ഈ കുപ്പിന്ന് മാറ്റി വേണ്ട. ഏതാടാ മറ്റേ ഉറച്ചു പോകുന്നു. ഇതുണ്ടാ ഇതിന്റെ പകുതി എടുത്ത് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം ഇല്ലാത്തത് ഇവിടെ എടുത്ത് വെച്ചു. അപ്പോൾ ഇത് കട്ട പിടിച്ചു പോവില്ല. കമ്പനിക്ക് ലാഭം. എന്തെങ്കിലും പറയാനുണ്ടോ സൂണ? നമ്മളോ ഗൈസ് നമ്മൾ ഓവർ ഇങ്ങനത്തെ കാര്യത്തിൽ അഭിപ്രായം പറയില്ല കേട്ടോ. കാരണം നമുക്കറിയത്തില്ലോ. ഈ മുറി അറിയാവുന്നവരെ ഏറ്റവും വിഷയം അല്ലേ ഏട്ടാ? അറ്റം മൂലം അറിയാവുന്നവരല്ലേ ഏറ്റവും വിഷയം. ഗൈസ് നോക്കൂ, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മൾക്ക് ഒരു പ്രശ്നം വരുന്നില്ല അല്ലേടാ ദീപിനെ? സത്യം ഇതിനെക്കുറിച്ച് 4 വാക്ക് പറയാനുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തായ ദീപ് പറയുന്നതാണ് നല്ലത്. പറയൂ. കൈമാറി ഊമ്പി. ഗൈസ് ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ പശ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ടത് ഇതേപോലെ ഇങ്ങനെ തേക്കും. അങ്ങനെയാണ് പരിപാടി. നമുക്ക് അതേ സമയത്ത് നമ്മുടെ വണ്ടിക്കുള്ളിൽ 2 ഇത് വെക്കുന്നുണ്ട്. എന്ത് വെക്കുന്നുണ്ട്? ഫാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഫാൻ എവിടെയാണ് വെക്കുന്നതെന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം. എന്നാലും അവന് മനസ്സിലാവുള്ളൂ ഏതാ പൊസിഷൻ എന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. ലൈനുകൾ ഓരോന്നായിട്ട് വലിക്കാനുള്ള പരിപാടികളാട്ടോ. ഇത് ഇവിടുന്ന് ഓരോന്നൊക്കെ ഇട്ടുന്നുണ്ടോ. എല്ലാ സ്ഥലത്തിനും ലൈറ്റുകളും സാധനങ്ങളൊക്കെ വലിച്ച് ഇതുപോലത്തെ സാധനം ഇട്ടേക്കുക. ഇതുകൊണ്ട് വേണം നമുക്ക് ലൈനുകൾ ഓരോ സ്ഥലത്തോട്ട് വലിച്ച് കൊണ്ടുപോകണം. ഇതിപ്പോൾ ബേക്കിലെ ഫാന്, ലൈറ്റ്, പിക്സൽ ലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മൾ വയറ് വലിക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വയറ് വലിക്കും. അതിൻ്റെ അകത്ത് ലാഭിക്കരുത്. അതെ എടാ, പിക്സൽ നമ്മൾ എത്ര വെക്കുന്നുണ്ടോ? 2 ലൈന് ബോക്സ് ആയിട്ടോ. ഇനിയിപ്പം ഈ സംഭവം ഇല്ലല്ലോ, കട്ട് ചെയ്യണ്ടേ ഏട്ടാ? ഇനി ഇല്ല, 2 കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്ത് വെച്ചല്ലോ. ഇതല്ലേ എല്ലാ സംഭവം. ഇതിൻ്റെ ഇവിടെ ഫ്രണ്ട് എങ്ങനെയാണ്? അതാണ് ഇങ്ങനെ വന്നല്ലേ? ഓക്കെ. ഞാൻ ഫ്രണ്ട് അപ്പുറമാണെന്ന് വിചാരിച്ചു. സോറി ഗൈസ്, എനിക്ക് പറ്റിയ അബദ്ധം കേട്ടോ. കല്ലേരി അബദ്ധങ്ങൾ സംഭവിക്കാറല്ലേ, നീ പറയണ്ട. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ അബദ്ധമാണ്. ഏതാ ഗൈസ്? ഇതിന്റെ ഫ്രണ്ട് ഞാൻ ഇങ്ങനെ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ മറ്റേ സംഭവം കയറ്റി അത് അളക്കുമായിരിക്കും. അതാ അതിന്റെ ബാസിന്റെ ഇത് 15 മിനിറ്റിനുള്ളിൽ സാധനം കയറ്റും. ആണോ ഗൈസ്? അതായത് ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒതുക്കുമല്ലേടാ? ലൈറ്റ് വർക്കും 1.5 ദിവസം. പിന്നെ സ്റ്റിക്കർ വർക്കാണ്, അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല കേട്ടോ. അതെങ്ങനെയും സൈസ് ആക്കണം. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒതുങ്ങി. പണ്ടൊക്കെ മൊത്തം അഴിച്ചിട്ടാക്കും കേട്ടോ. ഇതുണ്ടോ, ഫുൾ അഴിച്ചിട്ടാക്കുവാണ്. ഇതെല്ലാം പുതിയ ലൈനുകൾ വലിക്കുവാണ്. പിക്സൽ വർക്കുണ്ട് കേട്ടോ അത്യാവശ്യം ഉള്ളിൽ. അപ്പം അതും ചെയ്യുക. ഗൈസ് നോക്കൂ, അതായത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയേണ്ടി വന്നത്. അതായത് ഇത് മൈക്ക് 2, ഇത് മൈക്ക് മിനി. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറേ മൈക്കുകളുണ്ട്, പല ടൈപ്പ്. അപ്പം ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വലിയ റിസീവറുകളാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ സൈഡിൽ കുത്തുന്നത്. അതിൻ്റെ ചെറിയ ലൂസോ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഡിജയുടെ തന്നെ മൊബൈൽ റിസീവർ എന്നൊരു സാധനം വന്നത്. ഇതിന് ഹോളി ലാൻഡിൻ്റെ A1 എന്ന് പറഞ്ഞ മൈക്കിന് എത്ര പൈസ? ഞാൻ ഇത് ഓൺലൈനിൽ മേടിക്കാൻ 4000 രൂപയായിരുന്നു ഈ സാധനത്തിൻ്റെ വില. ഇപ്പോൾ അത് 3 സംതിങ്ങിലേക്ക് കുറഞ്ഞു. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. മൈക്കും 3ഉം 2ഉം മിനി ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകം ചില പിന്നെ നമ്മുടെ ഈ ഹോളി ലാൻഡൊക്കെ ഉപയോഗിച്ചിറക്കി അതിൻ്റെ റിസീവർ പോലത്തെ വളരെ സിമ്പിളായ സാധനമാണ്. ഇത് അടിപൊളി സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇടയ്ക്ക് ക്ലിപ്പ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ചില വോയിസുകൾ ചില സമയത്ത് നല്ല വീഡിയോ ഒക്കെ എടുത്ത് ചിലതിന് വോയിസ് ഉണ്ടാവില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യമായി അങ്ങനെ വരാൻ വേണ്ടി തുടങ്ങിയിട്ട്. എന്തായാലും ഇതെല്ലാം കുത്തി. ഇനിയിപ്പം ഇത്ര നേരം മിനി ഉപയോഗിച്ചു, ഇനിയിപ്പം മൈക്ക് 2 ഉപയോഗിച്ച് നോക്കാം കേട്ടോ.
ഈ ലൈൻ വലിക്കുന്നതിൻ്റെ സംഭവം എന്നറിയോ, നമ്മുടെ ബാക്കിൽ ഒരു ഫുൾ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഫുൾ റേഞ്ചിന് വേണ്ടിയുള്ള എന്താണ് ഇതിനെ വയർ, ഈ വയർ നമ്മൾ വലിച്ചേക്കുന്ന RR-ന്റെ വയറാ. അതെ, ഏറ്റവും നമ്മൾ വീടിനൊക്കെ വലിക്കൂലേ, നമ്മൾ അപ്പാറ വലിച്ചേ. പക്ഷെ ആ വീട് അതിൽ അപ്പാറ പോളികാർഡ്, ഇത് കോപ്പറാണ്, ഇതിന്റെ ഉള്ളിൽ വരുന്ന സാധനം. അങ്ങനെ ലൈഫും കിട്ടും, ഇത് പേടിക്കേണ്ട കാര്യമില്ല. യെസ് 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 ഗൈസ്, നോക്ക് ഫൈനലി അതിൻ്റെ ഉള്ള ലൈൻ വലിക്കുന്നത്. എടാ 4 ലൈൻ വേണോടാ? ഫുൾ റേഞ്ചിലോ? ഓ, അപ്പൊ ഇവിടുന്ന് 4 ലൈൻ പോവാ അല്ലേ? ഈ ചേട്ടാ കണ്ട, വയറിന് വരെ 4 ലൈൻ, നിങ്ങൾക്ക് 1 ലൈൻ വില ഉണ്ടോ? ഗൈസ് ഫൈനലി ഇത് ഈ ഫ്രണ്ടിൽ നിന്നാട്ടോ ലൈൻ പോകുന്നത്. ഇവിടുന്ന് എടുക്കും അല്ലേ? എടാ ഇത് നമുക്ക് പറ്റുമെങ്കിൽ ഒട്ടിക്കണടാ, സിലിക്കോണിലുമല്ലോ. ഇത് നല്ല വൃത്തിക്ക് ഫ്രണ്ടിൽ എവിടെയും ഒട്ടിക്കണം. ഈ ഗ്രില്ലിലാക്കണ്ട, അതിപ്പോഴും അഴിക്കാൻ നേരത്തൊക്കെ പാടാ. എടാ പിന്നെ ഈ ഇതിൻ്റെ അകത്തുള്ള ഹോണും ടൂണിയാണ് നമ്മൾ മേടിച്ച ഹോണും വെക്കണേ കേട്ടോ. നമ്മൾ മേടിച്ച് സെപ്പറേറ്റ് സ്വിച്ച് വെക്കാം. അല്ലാതെ സാധാ ഹോണാട്ടോ, ഏറ്റവും ചെറുത്, ഏറ്റവും മാക്സിമം ചെറുത് വെക്കാതെ നമ്മൾ വെച്ചേക്കാം. അതെ, സ്ലീവ് വലിക്കും കേട്ടോ. അതായത് വയറിലേക്കുള്ള സ്ലീവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വയർ വലിച്ചു കഴിഞ്ഞാൽ സ്ലീവ് വലിക്കണം, അല്ലെങ്കിൽ ടച്ച് ആണുള്ള സാധ്യത വളരെ. നമ്മളൊരു വണ്ടി പണിയാൻ നേരത്തെ ആദ്യം നമ്മളെല്ലാം പോയിട്ട് നോക്കും. ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ വയറാണ്. വയർ ഏത് കമ്പനിയുടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഷോർട്ടായിരിക്കാൻ സ്ലീവ് വലിച്ചിട്ടോ സാധനം ഇടാവുള്ളൂ. എടാ അമിത, അല്ല അമല, ഇപ്പം നമ്മൾ മൊത്തം സ്ലീവ് വലിക്കുന്നില്ലേ? ഇല്ലേ? ഒരു ഐറിസ് എടുത്ത് മോഡിഫിക്കേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ അല്ല, എൻ്റെ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ നമ്മൾ വീഡിയോ കാണുന്ന ചേട്ടനാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെ കാണുന്നത്. പേരെന്നാ? ഗിരീഷ് ചേട്ടൻ. അപ്പോൾ ഗിരീഷ് ചേട്ടൻ്റെ വണ്ടി, ഗിരീഷ് ചേട്ടൻ്റെ സ്ഥലം ഈയാട്. അപ്പോൾ ഞങ്ങൾ ഗിരീഷ് ചേട്ടനെ കഴിഞ്ഞ ദിവസം 2-3 ദിവസം ഞങ്ങൾ നിരന്തരം കാണുന്നതാണ്. അപ്പോൾ ഗിരീഷ് ചേട്ടൻ്റെ വണ്ടി ഓടിച്ചു നോക്കാം. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പേടിക്കണ്ട, ഇത് പേടിക്കണ്ട, ഇത് പേടിക്കണ്ട. വാ കയറി, ചേട്ടൻ ഇത് എനിക്ക് അറിയത്തുള്ളൂ. ഗിരീഷ് ചേട്ടൻ കയറിക്കോ. അല്ലല്ല, ഞങ്ങൾക്ക് ഇതിന്റെ ABCD അറിയത്തില്ല. അതെ, ഒരു സിമ്പിളാണ്. അതാ ഞാൻ ചോദിച്ചേ. പക്ഷെ കാണുന്ന വിസിബിലിറ്റി കുറവാണ്. കുഴപ്പമില്ല. ചേട്ടൻ ന്യൂട്ര, ക്ലച്ച് ഇത് തന്നെയല്ലേ? ഏത് നിൽക്കട്ടെ, ഇതിപ്പം വീണ്, ഇത് ന്യൂട്ര അല്ല, ഇത് ന്യൂട്ര ഫസ്റ്റ്. ക്ലച്ച് എടുത്താൽ നീങ്ങും അല്ലേ? ഫ്രണ്ടിലേക്ക് നോക്കിയാൽ പിന്നെ ഇത് കൊള്ളാം. ഇതിലൊരു ഓൾ ഇന്ത്യ അടിച്ചാൽ കലക്കും. AC കൂടെ AC കയറ്റാൻ പറ്റും. മൈലേജാ. ഇലക്ട്രിക് AC വെക്കാം. മുടിഞ്ഞേ ഒരു ഓൾ ഇന്ത്യ ഇത് കൊണ്ട് അടിച്ചാലോ? അല്ല മേടിച്ചിട്ട് അല്ല, മുടിഞ്ഞ മൈലേജാ കേട്ടോ. എത്ര കേട്ടോ മൈലേജാ? 25 ലോക്കലിൽ കിട്ടും. 29. ഇത് ബേക്കിലേക്ക് നോക്കി, അങ്ങനെ എന്റെ സെറ്റപ്പ് നോക്കി കണ്ട അല്ലേ? ഒരു ചെറിയ സ്റ്റിയറിംഗാ. ഭയങ്കര ചേട്ടാ, പവർ സ്റ്റിയറിംഗ് ആണോ? അല്ലല്ലോ, നിർത്തി ഓടിക്കുമ്പോ ചെറിയ പാടുണ്ടാവും അല്ലേ? ഒരു ഇലക്ട്രിക് AC കയറ്റുവാണെങ്കിൽ കിടക്കാച്ച കേട്ടോ വണ്ടി. കൊള്ളാലോ. പക്ഷെ ഇത് പ്രൈവറ്റ് കിട്ടൂല. കിട്ടും ചേട്ടാ, ഇത് പ്രൈവറ്റ് കിട്ടുമോ? കിട്ടും. ഇത് ചെറിയ വണ്ടിയല്ലേ, CC കുറവല്ലേ. പിന്നെ ഇതിന്റെ അകത്തോടെ 4x4 കയറ്റാം. ചെറിയ വണ്ടിയല്ലേ. ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല കേട്ടോ. പക്ഷെ ക്ലച്ച് വേറെ രീതിയിലുള്ള ക്ലച്ചാ. ഇവിടെ ഇട്ട് തിരിക്കായിരുന്നു. ചേട്ടാ, ഇത് വലിയ മുട്ടു കേട്ടാ കയറ്റത്തില്. ഇല്ലല്ലേ? നമ്മളിവിടെ നിർത്തി ഇനിയിപ്പം നേരെ ഇതായിരുന്നു, എന്നിട്ട് റിവേഴ്സ്. ഞാനിട്ടത് നാലാമത്തെ. അപ്പം ഇത് ന്യൂട്ര വീണോ? വീണില്ല. ഇങ്ങനെ വീണില്ല. ഇപ്പം വേണം തോന്നുന്നു. ഒന്ന് ചേട്ടൻ നിട്ട് ചേട്ടാ, കൈയിടി ചേട്ടാ. റിവേഴ്സ് വിടാൻ പാടാട്ടാ. റിവേഴ്സ് നമുക്ക് ശീലമില്ല. ഞാൻ പുറത്ത് നോക്കും. ഞാൻ പുറത്ത് നോക്കോളാം. ചേട്ടൻ വിളിക്കണം. ചേട്ടൻ വിളിക്കുന്നോ? ഞാൻ പുറത്ത് നോക്കോളാം. കയറിക്കോ. ചേട്ടൻ ആമസോണിന്റെ ഡെലിവറി ഉണ്ടോ? ഇല്ല. ആൻഡ്രോയിഡ് വല്ല ഇട്ടിട്ടുണ്ടോ? ഇല്ല. പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ. അല്ല, ഇത് പേടിക്കാല്ലേ ചേട്ടാ. എന്തായാലും പറ്റിയ ഇത്രത്തിക്ക് പൈസയേ ഉള്ളൂ. ബെൻസും BMW ഒന്നും അല്ലല്ലോ. ഇതിപ്പോ വീണോ ചേട്ടാ ഫസ്റ്റ്? 4 പേര് കൂടി എടുത്ത് വെക്കാനുള്ള രസമാണ്. എന്താ വണ്ടി മോനെ, ഒറ്റ കൈ കൈകാര്യം ചെയ്യാം കേട്ടോ. ഓട്ടോയുടെ എഞ്ചിനാണ് കേട്ടോ വെക്കിയിരിക്കുന്നത്. ഓട്ടോ എഞ്ചിൻ അല്ല, വേറൊരു എഞ്ചിനാണ്. അത്യാവശ്യം പവർ ഉള്ളത്. ഇത് എത്ര CC-യാ?
ഇത് മോഡിഫിക്കേഷൻ ചെയ്താണ്ടല്ലോ കലക്കും, വേറെ മൂടാവും അല്ലേ. അമൽ വാഹനത്തിൻ്റെ അടിവശത്ത് കയറിയിരിക്കുകയാണ്. ബേക്കോട്ടുള്ള ഇതാണല്ലോ കൊടുക്കുന്നത്, ബേക്കോട്ടുള്ള വോക്കലിൻ്റെ വലിക്കുന്ന. ബസ്സിൻ്റെ ഉള്ളിൽ ഒരു വോക്കൽ സ്പീക്കർ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കേട്ടോ. അത് മൊത്തം 4 സ്പീക്കറാണ് വോക്കലിന് മേടിച്ചത്. അതിൽ 3 ഫ്രണ്ടും ഒരെണ്ണം. അപ്പോൾ ഇത് പുറത്തുനിന്ന് നന്നായിട്ട് കേൾക്കാൻ പറ്റൂലേ നമുക്ക്? പുറത്തുനിന്ന് നമുക്കിപ്പോൾ റീൽസൊക്കെ എടുക്കണേൽ അല്ലേ അത്യാവശ്യം പുറത്തുനിന്ന് നല്ല രീതിയിലും അകത്തുനിന്ന് നല്ല രീതിയിലും കേൾക്കും. അതാണ് അതിൻ്റെ ഒരു. എവിടുന്നാ വന്നേ? ഇത്ര നേരം കാണാനില്ലായിരുന്നു. ഈ ദേവിച്ചേട്ടൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മൈക്ക് എൻ്റെ അടുത്ത് നോക്കാണ്ട് നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ചു കൊടുക്കാം. അല്ല ഈ മറ്റേ അതല്ല മറ്റേ ഈ മൊയില് ക്യാരറ്റ് ഇരുന്നല്ലേ. നിങ്ങളുടെ വീട്ടിൽ പോലും ലൈനില്ല, ലൈൻ തന്നിട്ടില്ല ഗൈസ്. അപ്പം എന്തായാലും പരിപാടികൾ ഓരോ നടക്കാണ്. ഞങ്ങളാണേൽ ഉച്ചയൂണ്, അതാണ് ഇനി നമ്മുടെ പ്രതീക്ഷ. രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചു, ചേട്ടൻ ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഞങ്ങൾക്ക്. അതായത് ഇഡ്ഡലിയും സാമ്പാറും ചട്നി, ഇഡ്ഡലിയും ദോശയും. ഇന്നലെ നല്ല കുറേ നാളോട് നല്ല കിഡിലും നെയ്മത്തി മാക്ക് നടിച്ച് ഇന്നലെ കൺട്രോൾ അല്ലേ നമ്മുടെ. ഇന്നലെ കൺട്രോൾ നമുക്ക് കിട്ടിയില്ല. നല്ല കഞ്ഞി കുടിക്കാറുള്ള ചിലിമ്പിപ്പുളി ഇല്ലേ നമ്മുടെ നാട്ടിൽ, ചിലത് ചിലിമ്പിപ്പുളി എന്ന് പറയുന്നത്. നിങ്ങളിവിടെ എന്നായിട്ടാ പറയുന്നത്? ഇലിമ്പിപ്പുളി. ഇവിടെ ഇലിമ്പിപ്പുളി എന്ന് പറഞ്ഞാൽ അത് ഇട്ട നല്ല മത്തി, നെയ് മത്തി, നല്ല മുട്ടയൊക്കെ ഉള്ള മത്തി, അത് കൂട്ടി ഒരു ഞെരുക്കി ഇനി ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞാൽ പിന്നെ നൈറ്റ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതി. ഭക്ഷണം നമ്മൾ വീടുകളിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭേദം വീടുകളിൽ നിന്ന് കഴിക്കുന്ന ഒരു കൺട്രോൾ ചെയ്യുന്നത്. ഇവന്റെ അടുത്ത് വന്നോണ്ട് നമുക്ക് താമസം അവിടെ കിട്ടിയത് ഭാഗ്യം. 2 ബൈക്കിൽ ഞങ്ങൾ മീൻ മേടിക്കാൻ പോകാട്ടോ, മത്തി മേടിക്കാം. ഇന്നലത്തെ മത്തി ഭയങ്കര ടേസ്റ്റ്, അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിന് രാവിലെ ഫോൺ വരുമോ? ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ മത്തി മേടിക്കാൻ പോവാ. ഓടി വാ. ലിബിനും ദീപിച്ചാനും ബേക്ക് വരുന്നുണ്ട്. ഇതാ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? 1 കിലോമീറ്റർ ഉണ്ടോ? ഇല്ലല്ലേ, അടുത്ത്. ലിബിനെ എങ്ങനെയുണ്ട്? ഗൈസ് എന്തായാലും നമുക്ക് അവിടെ എത്തട്ടെ കേട്ടോ. ഇതിലെ മത്തി കിട്ടി. എന്തേടാ എവിടെയാടാ കാണിക്കടാ. നല്ല വലിപ്പമുള്ള മത്തി. 1 കിലോ മേടിക്കുക, 1.5 മേടിക്കുക. നല്ല കിട്ടിയ സാധനം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സാധനം ഇല്ലല്ലോടാ, ഇല്ലേ? ഫ്രഷറും വലിപ്പമുള്ള ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല മത്തി. ഇവിടെ ചെറുമത്തി ഉണ്ട് കേട്ടോ. വലുതിന് 240, ചെറുതിന് 160. പോട്ടെടാ, പേരെന്നാ? ഗൈസ് കിട്ടിയില്ല മത്തി. ഇതേപോലെ നമ്മുടെ നാട്ടിലാണ് ഇത്ര നല്ല മത്തി വരാത്ത. ഇപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ച് ചോദിക്കണം. ഇവിടെ നല്ല കിട്ടിലും നെയ്യുള്ള നല്ല സൂപ്പർ മത്തി. മത്തിയും തൂക്കി ഇതാ ലിബിൻ പോകുന്നു കേട്ടോ. മത്തിയും തൂക്കി പിടിച്ച്. പണ്ട് ഞായറാഴ്ചയൊക്കെ പള്ളി വിട്ടായിരുന്നു ഇറച്ചിയും തൂക്കി പിടിച്ചിങ്ങനെ പോകുന്നത്, അല്ലേടാ? സത്യം കേട്ടോ. പണ്ട് ഞായറാഴ്ചയൊക്കെ ഇറച്ചിയും തൂക്കി പിടിച്ച് എങ്ങനെ പൊക്കോണ്ടിരുന്നത്. മീൻ വെട്ടാൻ പോകട്ടോ. ഞാനും വരട്ടെ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്ത്. ഞാൻ വെട്ടിട്ട് 10 മിനിറ്റ് ഞാനും വരാം. അന്ന് ദീപിച്ചേട്ടാ നമുക്ക് അതെടുക്കാം. അത് ഓഫാണ്, എണ്ണയുടെ കേസല്ലേ ഉള്ളൂ, ഇത്രയല്ലേ ഉള്ളൂ. വാ ഇറങ്ങ, വിട്ടോ ദീപിച്ചേട്ടാ ഇറങ്ങ. വാ ഞങ്ങൾ പോയിട്ട് വരാടാ. നീ ലൈൻ വലിച്ചേട്ടാ. ലൈൻ വലിച്ചു തുടങ്ങില്ലേ? ചേട്ടൻ്റെ പെട്ടി പരിപാടി എന്തായി? അല്ല മറ്റേ ഒരെണ്ണം കൂടെ അടിച്ചു തരാൻ പറ്റുമോ? പ്ലൈവുഡ് കിട്ടുമോ? എന്നാൽ വിളിക്കുക ഒരെണ്ണം. ചേട്ടാ ഒരെണ്ണം വരുത്തിക്കുമോ? വരുത്തിച്ചൊരെണ്ണം കൂടെ അടിച്ചു തരുമോ? ഇതുപോലത്തെ ഒരു പെട്ടി നല്ല വർക്കിങ്ങാണ് കണ്ടിട്ട്. ഇതിന് വേണ്ട, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണോ? ഒരു കരയുടെ കൂട്ടത്തിലാണ് ഞാൻ പോകുന്നത്. ചെറിയ ചപ്പറി കേട്ടോ ഈ ഇരിക്കുന്ന സാധനം. അപ്പോൾ പുള്ളി കേട്ടോ വളവും ഇരിപ്പൊക്കെ ഉണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ ആ വീട്ടിൽ പോവുകയാണ്. കുറച്ച് തുണി അലക്കാണ്ട്, അത് അലക്കിയിടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം അലക്കുന്നുള്ളൂ. അപ്പോൾ മീൻ വെട്ടണം, അതാണിപ്പോൾ ഞങ്ങളുടെ അംബീഷൻ. കുറേ വർഷങ്ങളോളം വെട്ടിയ പണിയാണ് മീൻ പണി. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീട്ടിലേക്ക് പോകട്ടോ. നമ്മൾ രാവിലെ വന്ന അതേ സ്ഥലമാണ്, അതിലെ തന്നെയാണ് തിരിച്ചും പോകേണ്ടത്. ലിബി നല്ല സൂപ്പറായിട്ട് നല്ല കിട്ടിയില്ല മത്തി എന്ന് വെച്ചാൽ നല്ല കിട്ടിയില്ല മത്തി നോക്കി. അതിന്റെ പഞ്ഞിമീൻ നോക്കി നിങ്ങൾ. ഓ എന്നാ നെയ്യുള്ള മീനോടാ. നമ്മുടെ നാട്ടിലോട്ട് ഇത്രയും നല്ല മീൻ കിട്ടാത്ത. എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് തള്ളി തുടങ്ങുക. നമ്മുടെ അവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ ദീപിച്ചേട്ടാ? ദീപിച്ചേട്ടൻ്റെ അഭിപ്രായം എന്നാ? ഇത് തമിഴ്നാട് മത്തിയാ? അപ്പൊ ഇവര് ബേപ്പൂർ എന്ന് പറഞ്ഞേ ഇല്ല. ആ വണ്ടി മീൻ എന്തായാലും കിട്ടിയ മീനാട്ടോ, ഫ്രഷ് മീനാ. നീ അതിന്റെ ചെതുമ്പലും ഇതും വെട്ടുന്നില്ലേ? മറ്റേ ചെറുകല്ലേ?
പക്ഷെ സാധാരണ മറ്റേ മത്തിയാ മേടിക്കില്ല ഒരിക്കലും, മംഗലാപുരം മത്തി ആ കൊള്ളൂല. ഒമാഞ്ചാളയ്ക്ക് നെയ്യുണ്ടോ? പക്ഷേ ഗൈസ് നമ്മുടെ അപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇപ്പുറം വന്നു, പ്ലൈവുഡ് തികഞ്ഞില്ല, അപ്പോൾ ഒരു പ്ലൈവുഡും കൂടെ കൊണ്ടുവന്നു കേട്ടോ. ഈ പ്ലൈവുഡ് ഒരെണ്ണം കൂടെ വേണമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ബോക്സ് അടിക്കാനുണ്ട്, അപ്പോൾ ആ ബോക്സിന് വേണ്ടിയാണ്. ആ സമയത്ത് നമ്മുടെ സബിൻ്റെ വർക്ക് ഇത് അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചതിന് ശേഷം സബ് ഇറക്കി വെക്കും. പക്ഷേ ഒരു വലിയ സങ്കടകരമായ കാഴ്ച, മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. പോലെ പൈസ കൊടുത്തിട്ട് വന്നോ, പൈസ കൊടുത്തിട്ട്. ചേട്ടാ മഴ പെയ്യുമോ അല്ലേ? അതാണ് ഇടക്കൊണ. ഗൈസ് ഇതാണ് നമ്മുടെ സബ്. അപ്പം ഇതാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. 12 ഇഞ്ച് തന്നെയാണ്. ഞാൻ ഇതേപോലത്തെ മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ സാധനം വീട്ടിലെ ഹോം തിയേറ്ററിന് വേണ്ടി. അത് നിങ്ങൾക്ക് സ്ഥലം കണ്ടുപിടിച്ചില്ല ഡൽഹിയിൽ? എൻ്റെ യഥാർത്ഥ സംഭവം ഞങ്ങൾ എല്ലാ സാധനം കണ്ടുപിടിക്കട്ടോ. വിൽക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. ദീപചേട്ടൻ കണ്ടുപിടിക്കുന്ന വേറെ സ്ഥലങ്ങളാണ്. അതിനാ ദീപചേട്ടാ ഇല്ല, ദീപചേട്ടൻ ഇല്ല അല്ലേ? GPN കൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഇല്ല. അയ്യടാ പാവം. നമ്മുടെ ചെറുക്കൻ സ്പീക്കറൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. സ്പീക്കർ ഇതിന്റെ അല്ല, ഇതല്ല, അതിന് വേറെ സബ്. സബ് ചട്ടനെ പൊട്ടൻ ചോദിച്ചാൽ പൊട്ടനെ ദൈവം ചോദിക്കും. നിനക്ക് പറയാൻ പറ്റില്ലല്ലോ. വരുന്നില്ലടാ? വരുന്നു. അണ്ണാച്ചി വരും കേട്ടോ. അണ്ണാച്ചി നടന്നു വാ. കൈസ് ഇതാണ് സാധനങ്ങൾ. അപ്പോൾ ഈ 2 എണ്ണമാണ് ഇപ്പം നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. നല്ല കമ്പനി കേട്ടോ, നല്ല ഇടുപ്പുണ്ട് മറ്റേ ഇതിനേക്കാളും. നമ്മൾ പെർഫോമൻസ് ചെയ്ത് നോക്കിയതാ. അത്യാവശ്യം പനീറിനേക്കാളും ചാമ്പ്യൻ സീരീസിലും നല്ല വെയിറ്റ് കിട്ടും കൂടെ മുന്തിരിക്കുന്ന സാധനം ഇതാ. എന്നെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചാമ്പ്യൻ സീരീസിന് മറ്റേ സാധനമില്ല, കാന്തമില്ലേ, കാന്തം കുറവ്, കവറിങ് കൂടില്ല, കാന്തമില്ല. വേണ്ടതില്ലല്ലേടാ, വേണ്ടാത്തതുണ്ട് ചാമ്പ്യൻ സീരീസിന്. ഈ കാന്തം കൂടിയാലും നല്ല പവർ കിട്ടുള്ളൂ. ഇത് ഡബിൾ മാഗ്നറ്റാ. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് കൂടുതൽ ഗ്ലൗസ് ഉണ്ട് കേട്ടോ. ആ ഗ്ലൗസ് ഇട്ട് ഇത് എടുക്കാവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അറിയാവാ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സാധനം ഒന്ന് കീറി നമ്മുടെ നാഗം തട്ടി പോയിരിക്കാൻ വേണ്ടിയത്. ഗൈസ് അപ്പം ഇത് ഗ്ലൗസ് ഇട്ട് നമ്മൾ സാധനം എടുക്കുകയാണ്. ഞങ്ങൾ കാണിച്ചില്ലേ ഈ സാധനം? കാണിച്ചല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് നമ്മൾ കാണിച്ചല്ലേ. അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മുടെ സബ് അങ്ങനെ ഇറക്കി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് 4 ohmsനും 8 ohmsനും കണക്ഷൻ കൊടുക്കും. 8 അല്ലല്ലോ, 4 8 അല്ലടാ. 4ഉം 2ഉം ഉണ്ട്. അപ്പോൾ 2നും കൂടെ കൊടുക്കുവാണ്. അപ്പോൾ 2 കണക്ഷൻ ഇതിന് കൊടുക്കണം. സാധാരണ ഇതുപോലെയല്ല. ഇപ്പം വരുന്ന ഇങ്ങനത്തെ ഈ DD കിക്കർ, അതുപോലെ തന്നെ ഓറ, പിന്നെ അതുപോലെ തന്നെ ചാമ്പ്യൻ സീരീസിനുണ്ടെന്നല്ലേ ഡബിള്. അപ്പോൾ ഇതിനൊക്കെ ഈ ഡബിൾ സംവിധാനം ഉണ്ട് കേട്ടോ. ഒരെണ്ണം മേടിയ സമയത്ത് 2 മേടിക്കണം. അതിൽ കൂടുതൽ ഇതും കിട്ടും, RMS കൂടുതലും കിട്ടും. അല്ലടാ, അതിൽ കൂടുതൽ RMSും കിട്ടും കേട്ടോ ഈ സാധനത്തിന്. ഒരെണ്ണത്തിൻ്റെ കണക്ഷൻ അതിന് സ്ക്രൂ അടിച്ചാൽ മതി കേട്ടോ. കറക്റ്റ് അത് അതിൻ്റെ ആ പേര് അതേപോലെ നിൽക്കുന്ന രീതി വേണം അടിക്കാൻ. അമ്പടക്കള്ള കുറച്ചല്ലേ ഉള്ളൂ റബ്ബർ. കറക്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും കേട്ടോ. ചെറിയൊരു റബ്ബറിൻ്റെ ഉള്ളൂ. മറ്റേ ചാമ്പ്യൻ സീരീസ് അങ്ങനെയല്ല, കവറിങ്ങാണ് കൂടുതൽ. ഇതിൻ്റെ പേപ്പർ നല്ല പേപ്പറല്ലേടാ അമലെ? ഇതിൻ്റെ പേപ്പർ സാധനങ്ങളൊക്കെ അത്യാവശ്യം കണ്ടറിയാം, നല്ല സെറ്റപ്പ് ഉണ്ട്. ഇതിപ്പോൾ വെച്ച് കഴിയുമ്പോൾ വൈകുന്നേരം നമ്മളിങ്ങനെ വർക്കിംഗ് ചെയ്യിപ്പിച്ചാൽ കേട്ടോ. നമുക്ക് സ്വന്തം പാട്ടുകളുള്ളതുകൊണ്ട് കേൾക്കാം. സ്വന്തം പാട്ടുണ്ട്. ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്തോ. തീർച്ചയായിട്ടും ഏതാ വേണ്ടത്? അടുത്ത ബോക്സിനുള്ള നമ്മുടെ പ്ലൈവുഡ് മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയൊരു സിംഗിളിലും വേണ്ടേ? ഇനിയൊരു സിംഗിളിലും വേണം. 3 എണ്ണം പുറത്ത് വേണ്ടേ? ഒരു 12 ഇഞ്ചിൻ്റെ അതിനും വേണം. പിന്നെ അതേപോലെ തന്നെ ഒരു സബിൻ്റെ ഇതിനും വേണം, ഇതിനും വേണം. ഇനിയിപ്പോൾ അതിന് കവർ അടിക്കണ്ടേ, അതിൻ്റെ ബാക്ക് അടിക്കണ്ടേ? ബാക്ക് അടിച്ചു വെച്ചാൽ 4 സ്പീക്കറല്ലേ മോനെ? 3 എണ്ണം പുറത്ത് വേണ്ടേ? പിന്നെ വോക്കലിനൊന്നും വേണം. പിന്നെ മറ്റേതൊരെണ്ണം കീറുക ആണോ? മറ്റേ ഡിക്കി സ്പേസിൻ്റെ അവിടുത്തെ ഒരെണ്ണം എടുത്തിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ വെക്കും. ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടികൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സബിൻ്റെ വർക്ക്, സൗണ്ടിൻ്റെ വർക്ക് ഇന്ന് നൈറ്റോടുകൂടി തീരും. പിന്നെ ലൈറ്റിൻ്റെ വർക്കുള്ള നമുക്ക് പിക്സലിൻ്റെ വർക്കുണ്ട് വേറെ. അത് കഴിഞ്ഞ് സ്റ്റിക്കർ വർക്ക്, അതാണ് നമുക്ക് നാളെ തീരുമാനമാക്കാൻ പറ്റില്ല ഡാമിലെ. നാളത്തേക്ക് സ്റ്റിക്കർ വർക്ക് ഒരു ചെറിയ ഇതാട്ടോ. അത് ഇവിടുന്ന് തന്നെ ചെയ്തിട്ട് പോകുന്നതിനെ കുറിച്ചാണ് എനിക്ക് താല്പര്യം. പിന്നെ അതിന് വേണ്ടി വീണ്ടും നാട്ടിലേക്ക് പോകണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ കണ്ണൂർക്കല്ലേ പോകുന്നത്? കാസർഗോഡ് നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. കാസർഗോഡും തിരുവനന്തപുരം വരെയാണ് നമ്മുടെ യാത്ര കേട്ടോ. ഗൈസ് എല്ലാത്തിനും സ്ക്രൂ അടിച്ച് ടൈറ്റ് ചെയ്യും. ഇത് വളരെ ശ്രദ്ധിച്ച് സ്ക്രൂ അടിക്കണം കേട്ടോ, ഇല്ല പേപ്പർ കീറും. എൻ്റെ അങ്ങനെ ഒരു പേപ്പർ കീറിയതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഭയങ്കര ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ ഈ ഒരു സബ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലടാ അമലെ? ഇല്ല പേപ്പർ കീറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എൻ്റെ അങ്ങനെ ഒരെണ്ണം പോയത് ബൈൻഡ് ചെയ്യുന്ന ഒരെണ്ണം കിടപ്പുണ്ട്.
അല്ലാതെ ലിവിനെ അയ്യോ ബൈൻഡ് ചെയ്യാമെന്ന് ചിന്തിക്കണ്ട. പുതിയതിനേക്കാളും കൂടുതൽ പൈസയാണ് ബൈൻഡ് ചെയ്യുന്നതിന് പറയുന്നത്. സത്യം ലിവിൻ മീൻ വെട്ടിയിട്ട് ദീപചേട്ടൻ്റെ ദേഹത്ത് തൊട്ടെന്ന് പറഞ്ഞ് ദീപചേട്ടൻ കരഞ്ഞു കഴിച്ചു. അപ്പൊ മീൻ കറി നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ ഉളുമ്പാവില്ലേ? മനസ്സിലായല്ലോ, കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും പരിപാടികൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ തിരിച്ച് ഉൾട്ട കറങ്ങി കഴിഞ്ഞതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടി ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ട് പരിപാടികൾ കഴിഞ്ഞു, വലിയ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ ആ പടക്കങ്ങൾ പൊട്ടിക്കേണ്ട സാധനങ്ങൾ മാത്രം ഇനി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഗൈസ്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നു. അതായത് ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല രസമായിരിക്കും വണ്ടിയാണ്. അതാണ് ഞാൻ നിങ്ങൾ പറയാൻ വേണ്ടി. അതായത് നമ്മുടെ TT പണിതതിന് ലുക്കായിരിക്കും. പിന്നെ അതിൽ കൂടുതൽ വർക്ക് ഉണ്ടാവും. നമ്മൾ TTയിൽ കൂടുതൽ വർക്ക് ഉണ്ടാവും അതിനകത്ത്. ഇപ്പൊ ഒന്നും പുറത്ത് അത്ര കാണാനില്ലെങ്കിലും നോക്കണ്ട. ഇപ്പൊ എല്ലാം അയച്ചിട്ടേക്കുവാണ്. അയച്ചിട്ടുണ്ട് ഓണാകട്ടെ. ഓണായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അത് ഇന്ന് വൈകുന്നേരം ടെസ്റ്റ് റൗണ്ട് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റൂടാ? വോക്കലിൻ്റെ കേൾപ്പിക്കാൻ പറ്റുമോ? വോക്കലിൻ്റെ സംശയം കേട്ടോ. സബിൻ്റെ വേണം കേൾപ്പിച്ചു തരാം. അല്ലടാ ഈ സബ് നമ്മൾ വേറെ ഇതിലല്ല കൊടുക്കുന്നത്. യെസ് ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ സബ് അങ്ങനെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റും കേട്ടോ. അത്യാവശ്യം ഉണ്ട്, പിടിക്കുന്ന പോലെ അല്ല കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെ അല്ല. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇല്ല തീച്ചേട്ടാ, വെയിറ്റ് ഉണ്ടോ തീച്ചേട്ടാ? വെയിറ്റ് ഇല്ല. ഒരു മിനിറ്റ്. അല്ല കയറ്റാൻ വരട്ടെ. അകത്തുള്ള സബ് എടുക്കണ്ടേ? അടുത്തുള്ള സബ് എടുത്ത് പുറത്ത് വെക്കണം. അതുകൊണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഉണ്ടോ തീച്ചേട്ടാ? സമ്മതിക്കുക. വേർക്കാനുണ്ടോ? ഗൈസ് ഫൈനലി നമുക്ക് പോവാം. നമ്മുടെ വീട് കാണുന്ന ഏട്ടന്മാരാണ്. നിങ്ങളുടെ വീട് എവിടെയാ? വീട് ഇവിടെ തന്നെ തൊട്ടടുത്താ? ഗൈസ് നോക്കൂ, വണ്ടി ഇവിടെ ഉണ്ടാ? ഓഹോ ഹോ, ഏതാ വണ്ടിയുടെ പേരെന്നാ? പോക്കട്ടെ, ഞങ്ങൾ അപ്ഡേഷൻ വന്നാ പോവാട്ടാ. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഊണ് കഴിക്കാൻ വേണ്ടി പോകാം. ടാറ്റാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടി നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. നല്ലൊരു ഊണ്. ബാബു ആൻ്റണിനെ കാണണം. അതാ ബാബു ആൻ്റണി. എവിടെ ബാബു ആൻ്റണി? പഴയ ബാബു ആൻ്റണിയാണ്. ഇപ്പോഴും ബാബു ആൻ്റണി ഞങ്ങളും എല്ലാവരും കൂടി നല്ല ഊണ് കഴിക്കാൻ, മീൻകറിയും അച്ചാറും. ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലെത്തി ഊണ് കഴിക്കാൻ പോയി. ദാശന്യമില്ല, പെട്ടെന്നുള്ള കഴിപ്പാ. ആയോ? ആയില്ല. വാഴയില വെട്ടി കഴിക്കാം. അതിൽ നമ്മൾ കഴിക്കാൻ വന്നു. നല്ല സാമ്പാർ, മീൻ വറുത്ത്, നല്ല മത്തി വറുത്തത്, മീൻ കറി, അച്ചാർ, ഇനി ഇതും കൂടി ഉണ്ട്, പയറ് തോരൻ. അത് കൂട്ടി ഒരു ഞെരുക്ക്. വാവ് കിട്ടില്ല സാധനം. ഗൈസ് നോക്കൂ, ഫൈനലി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അങ്ങനെ വണ്ടിയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ വണ്ടിയുടെ പാട്ട് പാടുമ്പോൾ നമ്മൾ എടുക്കുള്ളൂ. എത്ര വൈകിയാലും ശരി. വണ്ടിയുടെ ഏകദേശത്തെ പരിപാടിയൊക്കെ ഏകദേശം ഉള്ളിൽ ഒതുങ്ങി. ഇവിടെ പെട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് വോക്കലിനുള്ള. ഇനി ഒരെണ്ണം കൂടെ അടിക്കണ്ടേ ചേട്ടായി? ഒരെണ്ണം കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ ഉള്ളിലെ പരിപാടി ഏകദേശം അതേപോലെ കേട്ടോ. ഗൈസ് ഫൈനലി നമ്മുടെ സബ് അങ്ങനെ ഇവിടെ കയറ്റിയിരിക്കുകയാണ്. അമ്പം വർക്കിംഗ് ആയിരിക്കും. എടാ സബിൻ്റെ ആണോ അല്ലെ വോക്കൽ അടക്കമാണോ ഇത് രാത്രി കേൾക്കുക? അല്ല എല്ലാം കൂടെ കേൾക്കാൻ പറ്റുമോ? മൊത്തം വർക്കിങ്, സൗണ്ടിൻ്റെ വർക്കിങ്, മൊത്തം സൗണ്ടിൻ്റെ വർക്കിങ്. യൂറോപ്പിൽ നമ്മുടെ TT-നെപ്പോളിന് വേണ്ടിയുള്ള പാർട്സ് ആയിരുന്നു മൊത്തം കൊണ്ടുപോകേണ്ടത്. നമ്മുടെ പ്രിൻസേട്ടൻ തന്നു കേട്ടോ, ലക്ഷ്മി ഫോർട്സ്. ഗൈസ് നമ്മുടെ വോക്കലിൻ്റെ സ്പീക്കർ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളൊന്ന് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി. ബട്ട് കാണിക്കില്ല, നാളെ കാണിക്കുള്ളൂ ഗൈസ്. എല്ലാം തീരട്ടെ. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, അവർ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്, ഫാമിലി ആയിട്ട് വന്നു. അപ്പം ഇവിടെ സ്ഥലം കണ്ടുപിടിച്ച് അവരെത്തി. അപ്പോൾ അടുത്ത ദിവസം അവരുടെ അമ്മേനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, കാണാം. മീറ്റൊക്കെ ഇവരൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ള പിള്ളേരാട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. കുറേ പേര് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം.